കൃഷ്ണനാണ് നമ്മുടെ റോൾ മോഡൽ. എത്ര ഭാര്യമാരെ അവർക്കാവാം അല്ലേ? ഇപ്പൊ ശിവൻ എന്ന് പറയുന്ന ഒരു ഭഗവാന് തന്നെ ഒരു ഭാര്യയും മറ്റേ ഭാര്യ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാധയാണോ രുക്മിണിയാണോ എന്ന് ചോദിച്ചാൽ രുക്മിണിയാണ് ഒഫീഷ്യൽ ഭാര്യ. എന്നിട്ടും രാധാകൃഷ്ണൻ എന്നാണ് പ്രിഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വിവാഹം കഴിച്ചിട്ട് എല്ലാ അച്ഛനും അമ്മയും അതേ കൃഷ്ണന്റെ അടുത്താണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഭാര്യയെ സ്നേഹിച്ചവനല്ല, കാമുകിയെ സ്നേഹിച്ചവൻ്റെ അടുത്തേക്കാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത്. വിവാഹം കഴിഞ്ഞ് ആദ്യം തന്നെ സലാം പറയേണ്ടത്. ഇതിപ്പോ നായർ തറവാട്ടിൽ കേരളത്തിലൊക്കെ എങ്ങനെയായിരുന്നു സംബന്ധം എന്ന് പറയുന്ന ഒരു സംഭവം? എല്ലാ ബ്രാഹ്മണന്മാർക്കും എങ്ങനെയായിരുന്നു? ഓരോ ദിവസവും വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം. ഒരേ കുട്ടികൾക്ക് 10 അച്ഛന്മാരുണ്ടാവാം. അതിനൊന്നും കുഴപ്പമില്ലാത്ത രാജ്യം. ചെറുപ്പകാലത്തിലുള്ള പ്രണയം എന്ന് പറയുന്നത് അവരുടെ ബന്ധുക്കൾ കാണാതെയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് പരിചയമില്ലാത്ത 2 പേരായാലും അവരെ വിവാഹത്തിലൂടെ അടുപ്പിക്കുമ്പോൾ അവര് കൂടെ നടക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ അവർക്ക് ഡൈവേഴ്സിന് ഒരു പ്രശ്നമില്ലാത്തത്? ഇപ്പൊ ആ കാലത്തേക്ക് പോവാണ് കേട്ടോ. ഇന്ത്യയിൽ ലവ് ഈസ് എ വാർ, ഈസി ടു സ്റ്റാർട്ട് ബട്ട് ഡിഫിക്കൽട്ട് ടു ആൻഡ് ലവ് ഈസ് ദ ഓൺലി വാർ ഇൻ വിച്ച് ബോത്ത് ഫെയിൽ സംടൈം. ഒരു സ്ത്രീ വന്നിട്ട് വിവേകാനന്ദനോട് പറഞ്ഞു, എനിക്ക് അങ്ങയെപ്പോലെ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ വിവാഹം കഴിക്കുമോ? അപ്പൊ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, ഒരു ഗ്യാരണ്ടി ഇല്ല ഞാൻ തന്നെ വിവാഹം കഴിച്ചാൽ ഇതേപോലൊരു കുട്ടി ഉണ്ടാവണം. 5 തരത്തിലുള്ള ഒരു ഇഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക. വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ABC ടോക്കിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ TPS. നമസ്കാരം TPS. നമ്മുടെ ഈ വിശ്വാസവും സംശയവും ഉണ്ടല്ലോ, അതൊരു വ്യക്തി ജീവിതത്തിൽ പിന്നോട്ടാണോ അതെ മുന്നോട്ടാണോ നയിക്കുക? രണ്ടും ഒരേ രീതിയിലാണോ അഫക്റ്റ് ചെയ്യുന്നത്? വിശ്വാസം നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കും. സംശയം നിങ്ങളെ സ്റ്റക്കപ്പാക്കും, സ്റ്റോപ്പേജാണ് ഏത് കാര്യത്തിൽ. ഇത് തമ്മിൽ ഭയങ്കര സാമ്യമുണ്ടോ? ഒരു സാമ്യം, രണ്ടും പൂർണ്ണമായിട്ട് അറിവല്ല. രണ്ടും അറിവല്ല. അല്ല, വിശ്വാസവും സംശയവും അറിവല്ല. നമുക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട്, ഭഗവാനിലുള്ള അറിവല്ല. ഇത് കണ്ണടയാണെന്ന് വിശ്വാസമല്ല, എനിക്ക് അറിവാണ്. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കുകയാണ്, എനിക്ക് മാറ്റമുണ്ട്. ഇത് ഫോണാണെന്ന് വിശ്വാസമല്ല. പക്ഷെ വേറൊരാളുടെ കയ്യിലൊരു ഫോൺ കിടക്കുമ്പോൾ അത് ഫോണാണോ എന്ന് തോന്നാം. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. അപ്പൊ ശ്വാസമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത പല സംഭവങ്ങൾ, അതില്ലാതെ നമ്മളില്ല. വിശ്വാസമില്ലാതെ നമുക്ക് ജീവിക്കാം. ആശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അത് കിട്ടുമ്പോഴുള്ളൊരു സുഖമാണ്. അറിവ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖമാണ് ആശ്വാസം. ശരിക്കും പറഞ്ഞാൽ അറിവാണ് വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയുടെയും സംശയത്തിൻ്റെയും ഇടയിലൊക്കെ നടക്കേണ്ടത്. പക്ഷെ വിശ്വാസത്തിന് ലോജിക്കില്ല എന്ന് ഉള്ളൊരു തലം പറയുന്നുണ്ട്. വിശ്വാസത്തിന് ലോജിക്കില്ല. പക്ഷെ നിങ്ങളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ വിശ്വാസമല്ലേ? അമ്മ പറയുന്ന ആളാണ് അച്ഛൻ, അമ്മയുള്ള വിശ്വാസമാണ്. പക്ഷെ ഇന്നിപ്പോൾ DNA ടെസ്റ്റ് ഒക്കെ നടത്താമല്ലോ. ഇതെന്ത് നടത്തിയാലും ഇല്ലെങ്കിലും അതിലും നമുക്കൊരു വിശ്വാസമല്ലേ? അതെ, 99% ആൾക്കാർ DNA ടെസ്റ്റ് മാത്രമല്ല, ഈ ചെയ്യുന്ന ആള് നമ്മളെ വിശ്വസിച്ചിട്ടല്ലേ, നമ്മളല്ലല്ലോ ചെയ്യുന്നത്. ഈശ്വരന്റെ കാര്യമാണെങ്കിൽ ഈശ്വരന് വിശ്വാസമുണ്ട്, എന്നാൽ ഈശ്വരൻ ഇല്ല എന്നുള്ള സംശയം ഉണ്ടല്ലോ. ഉണ്ട്, രണ്ടും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈശ്വരന് വിശ്വാസമുണ്ട്. ഓ ഗുരുവായൂരപ്പാ പരിപൂർണം തതസ്തുതേ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. എല്ലാം അങ്ങയുടേതാണെന്ന്. അത് 10 ആളെടുത്ത് പോയിട്ടും പറയും. എല്ലാ പൂജാരിമാരും പൂജ ചെയ്യുമ്പോൾ പറയുന്നത് നിനക്ക കാരണം അങ്ങാണെന്നാണ്. ഈ അങ്ങാരാണ്? ഒരു സ്ഥലത്ത് പോയിട്ട് അയാളോട് പറയും, മറ്റൊരാളത്ത് പോയിട്ട് അയാളോട് പറയും. എന്തിനാ 10 ക്ഷേത്രത്തിൽ പോകുന്നത്? ഒരാളെയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഉറപ്പുണ്ടെങ്കിൽ ഒരാളടുത്ത് പോയാൽ പോരെ. ഇപ്പം ഞാനൊരു ഒരു റിക്വയർമെൻറ്റുമായിട്ട് ചീഫ് മിനിസ്റ്റർ അടുത്ത് പോകുന്നു. ചീഫ് മിനിസ്റ്റർ നിവേദനം കൊടുത്താൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുമോ? പോകുന്ന വഴിയിൽ PAയോട് പറയും, കൊടുത്തിട്ടുണ്ടോന്ന് ഓർമ്മിപ്പിക്കണേ. അയാളെ വിശ്വാസം ഇല്ലാതുകൊണ്ടാണ്. അപ്പൊ ഏകദൈവ വിശ്വാസമാണ് വിശ്വാസം എന്നാണോ? അല്ല, അതും കറക്റ്റ് അല്ല. കറക്റ്റ് അല്ല. അതിലുള്ളവർക്കും ഒരു സമയത്തുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇല്ല. സൺഡേ മാത്രം വിശ്വാസമുള്ളവരുണ്ട്, ബാക്കി എല്ലാ ദിവസവും ഇല്ല. പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ചിലപ്പോൾ നടത്തുക. ഞാൻ ഇത്ര രൂപ തരുന്നു, പ്രാർത്ഥിച്ചു കഴിയണേ എന്ന് പറഞ്ഞിട്ട് മണി ഓർഡർ അയക്കുന്നു. മണി ഓർഡർ തിരിച്ചു വരുന്നില്ലെങ്കിൽ അയാൾക്ക് സമാധാനമില്ല. പ്രാർത്ഥിക്കാൻ സ്വന്തമല്ല, അതിന് ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. അല്ല, ഇവിടെ നമുക്ക് ഈ വിശ്വാസവും അവിശ്വാസവും നമുക്ക് ഈ ബന്ധങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ, ബന്ധങ്ങളിലും അതുപോലെയാണ്. നമ്മളൊക്കെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ആരെയാ നമുക്ക് കൃത്യമായിട്ട് അറിയാം? നമ്മൾ സംശയ രോഗം പറയാറുണ്ട്, ഇതേപോലെ വിശ്വാസ രോഗം എന്ന് പറഞ്ഞൂടെ? എന്നോട് സ്നേഹമുണ്ടെന്ന് അല്ലെങ്കിൽ എന്നെ GK ഇഷ്ടപ്പെടുന്നു എന്നുള്ള എൻ്റെ ഒരു തോന്നലല്ലേ? JKയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്.
എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ എല്ലാവരും സ്വാർത്ഥന്മാരാണ്. എന്നെ ഏറ്റവും ഇഷ്ടം എനിക്കാണ്. ഉം. പലരും പറയുന്നത് എന്നെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയില്ലേ, ഉം. വലിയ ഇഷ്ടമാന്ന് പറയും. അതേ ആള് കുറച്ച് കഴിയുമ്പോൾ പറയും എന്നെ ഇഷ്ടമല്ല എന്ന് പറയും. എന്താ അങ്ങനെ ആയത്? അങ്ങനെ ആയത് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നിങ്ങളെ അനുവദിക്കല്ലേ വേണ്ടത്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത്? എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാം വിട്ടുതരാ വേണ്ടത്. പക്ഷെ എന്റെ സന്തോഷത്തിന് ചെയ്യുന്നതല്ലേ പലർക്കും അനിഷ്ടമായിട്ട് മാറുന്നത്. അപ്പൊ ഇഷ്ടമല്ലല്ലോ അത്. അപ്പൊ നമ്മുടെയൊക്കെ ധാരണ എനിക്ക് പൂവ് ഇഷ്ടമാണ്, പക്ഷെ അടുത്ത പറമ്പിലല്ല, എൻ്റെ പറമ്പിൽ വേണം. പൂവ് ഇഷ്ടമാണെങ്കിൽ അടുത്ത പറമ്പിൽ ഇരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടൂടെ? പൂവിനോടല്ലേ ഇഷ്ടം, അതിനുള്ള ഓണർഷിപ്പിനോടാണോ ഇഷ്ടം? അപ്പൊ പലപ്പോഴും നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്ന അതാണല്ലോ വിശ്വാസവും. അതെ അല്ലേ? ഈ വിശ്വാസവും സ്നേഹവും തമ്മിൽ എങ്ങനെ നമുക്ക് ഇതാണ് വിശ്വാസം. അത് എൻ്റെ ഇഷ്ടം ആണ് എനിക്ക് വിശ്വാസമുള്ള ഒരാളോട് നമുക്ക് തോന്നേണ്ടത്. വിശ്വാസമില്ലാത്ത ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അതായത് എൻ്റെ ഇഷ്ടം എനിക്ക് വിശ്വാസമുള്ള ഒരാളോട് തോന്നുന്നു. വിശ്വാസമില്ലാത്ത ഒരാൾ നമ്മളെങ്ങനെ ഇഷ്ടപ്പെടുക? അയാൾ എപ്പോഴും ഇങ്ങനെ പറ്റിച്ചൂടെ? അല്ല, ഈ ഞാൻ അടുത്തിടയ്ക്ക് കേട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കൊരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ കാരണം കണ്ടെത്തുകയും എനിക്കൊരാളെ വെറുക്കണമെങ്കിൽ ഞാൻ ആ കാരണം കണ്ടെത്തുകയും ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ വെറുക്കാൻ തോന്നിയാൽ ഞാൻ അതിന് കാരണം കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ ഫോർമാറ്റഡ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ ചിന്തകളാണ് ഇഷ്ടവും അനിഷ്ടവുമായി മാറുന്നത്. ഇതൊക്കെ എവിടെയുള്ളത്? ഇതിപ്പോൾ നമ്മളൊരു ഭൗതിക തലത്തിൽ നിൽക്കാം. നമ്മൾ ഈ ഭൗതിക തലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക് നമുക്ക് വിശ്വാസവും അവിശ്വാസവും അല്ലെങ്കിൽ വിശ്വാസവും സംശയവും നമ്മളൊന്ന് നോക്കിയാൽ, ഒരു പ്രണയിനികൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ ഒക്കെ സംശയ രോഗം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായി നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ നമ്മുടേതാക്കാനുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ, അവിടെയാണ് ഈ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത്. എനിക്കൊരാളെ ഇഷ്ടമാണ്, അപ്പം നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്നൊരു സംഭവം ഉണ്ടെന്നാണ് നമ്മുടെ ധാരണ. രണ്ട് പ്രണയിനികൾ, ഒരാൾ ഒരു പാർക്കിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാണ്, മറ്റേ ആൾ വരുന്നു. ഞാൻ 4 മണി എന്നാ പറഞ്ഞത്, അയാൾ 4:30 എത്തിയാലും നമ്മൾ എന്താ പറയാ? കുഴപ്പമില്ല, അരമണിക്കൂർ, ഒരു കുഴപ്പമില്ല, പാർക്കിലല്ലേ ഇരിക്കണത്, എന്തൊക്കെയോ കാണാനുണ്ടല്ലോ എനിക്ക്, ഇല്ലേ? അവര് വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ട, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ട ഒന്നാന്ന് വരും. ഇക്വേഷൻ മാറി. അതിന് കാരണം അതിന് കാരണം എനിക്ക് നിങ്ങളിൽ അധികാരമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹം അധികാരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ആ പൂവിനെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ആ പൂവിനെ പ്രണയിക്കുന്നു, പക്ഷെ പൂ എൻ്റേതാവണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോൾ അധികാരത്തിൻ്റെ ഭാഗമായി. നമ്മളെ സ്നേഹം പലപ്പോഴും അധികാരത്തിൻ്റെ പര്യായമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരു ബന്ധത്തിൽ, വിവാഹ ജീവിതത്തിൽ, പ്രണയ ജീവിതത്തിൽ ആ ഒരു അധികാരം ഉണ്ടായി പോകത്തില്ലേ? ഇല്ല. അവിടെയാണ് നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫിയും അല്ലെങ്കിൽ ഈസ്റ്റേൺ ജീവിതവും വെസ്റ്റേൺ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നൊരു സംഭവമില്ല, വ്യക്തിത്വം എന്നൊരു സംഭവമില്ല. അത് നമ്മുടെ ഒരു ട്രഡീഷണലാണ്. ഇപ്പം എനിക്കും എൻ്റെ കാലത്തും അല്ലെങ്കിൽ അടുത്ത കാലത്തും ഒക്കെ ഇതിൻ്റെ അടിമപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളത് കണ്ടിട്ട് വളർന്നവരാണ്. അപ്പം നമ്മുടെ ധാരണയാണ്, ഇപ്പം എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ഭാര്യ, അവർ ശമ്പളം ഉണ്ടോ ഉള്ളോ എന്നല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതാണ് ബന്ധം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. വെസ്റ്റേൺ ഫിലോസഫിയിൽ അങ്ങനെയല്ല. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ, ഞാൻ അമേരിക്കയിൽ ക്ലാസ് എടുക്കുന്നു, ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ നിന്നാണ് വരുന്നത്, അവർ 2 കാറിലാണ് വരും. അവർ തമ്മിൽ ബന്ധത്തിന് വ്യത്യാസമൊന്നുമില്ല, അവരവരുടെ ഡിപ്പെൻഡൻസി ഇല്ലാണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നടക്കുമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ ഡിപ്പെൻഡൻസി ഫാക്ടറിൽ ചിന്തിക്കാനേ പറ്റും. അതാ പറഞ്ഞത്. അവിടെ ബന്ധം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആവാം, പക്ഷെ നമ്മൾ ബന്ധമുണ്ട്. ഇവിടെ നമുക്ക് ബന്ധം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക്, ഒരു കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോകുന്നു, ആദ്യം ചോദിക്കുക എന്താ ഭാര്യയെ കൊണ്ടുവന്നില്ല, എന്താ ഭാര്യയെ കൊണ്ടുവരാമെന്ന് നമുക്കൊരു കല്യാണത്തിന് പോകുന്നില്ല, അത് ആരുടെയോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ആ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ, നമ്മൾ പോകുമ്പോൾ അവിടെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻസിയിൽ നമ്മൾ ഇല്ലാത്ത ചില ബന്ധങ്ങൾ ഉണ്ടാകാം എന്ന് ധരിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്നതാണ്. നമ്മൾ സാധാരണ ഒരു വാക്കുണ്ട്, എൻ്റെ ഒരു കവിതയുണ്ട്, ഇറോസ് ടു അഗാപ്പി എന്നാണ് കവിതയുടെ പേര്. ഇറോസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 2 കാമുകി കാമുകന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചോ റോഡിൽ, അവർ രണ്ടാളും നല്ല ഇഷ്ടമാണ്, പക്ഷെ ഒരിക്കലും നമ്മുടെ സമൂഹം അവരെ അങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ
ഒരു സംശയ ദൃഷ്ടിയോടുകൂടി നോക്കും നമ്മളെല്ലാവരും. ഇവരെന്തിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കണേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അവരുടെ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിലോ അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ട് വെച്ചിട്ട് പാസ് ചെയ്ത് പോകുമോ? ഇല്ല. അപ്പം അവരെന്ത് ചെയ്യും? ഹൈഡിങ്ങിലെയാണ് പലപ്പോഴും പ്രണയം. ഈ ചെറുപ്പകാലത്തിലുള്ള പ്രണയം എന്ന് പറയുന്നത് അവരുടെ ബന്ധുക്കൾ കാണാതെയും, പല സിനിമകളിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ സങ്കല്പങ്ങൾ കാണുന്നത്, അത് കണ്ടിട്ടാണ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് പരിചയമില്ലാത്ത രണ്ടുപേരായാലും അവരെ വിവാഹത്തിലൂടെ അടുപ്പിക്കുമ്പോൾ അവർ കൂടെ നടക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും. ഇത് അത്യാവശ്യം അവർക്കാണോ അല്ല സമൂഹത്തിനാണോ? ആദ്യം അവരെ സ്നേഹിക്കുമ്പോൾ അടുത്ത് കാണരുത് എന്നുള്ളത് അവർക്കുടെ ആവശ്യമാണോ സമൂഹത്തിന്റെ ആവശ്യമാണോ? സമൂഹത്തിന്റെ. വിവാഹം കഴിഞ്ഞിട്ട് കൂടെ നടക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണോ സമൂഹത്തിന്റെ ആവശ്യമാണോ? സമൂഹത്തിന്റെ. ഇതൊക്കെ നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ആരെ സ്നേഹിക്കുന്നതും സ്നേഹിക്കാതിരിക്കുന്നതും വെറുക്കുന്നതും ഒക്കെ സമൂഹത്തിന് വേണ്ടി, ബന്ധം നിലനിർത്തുന്നതും എല്ലാം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ അവർക്ക് ഡൈവേഴ്സിന് ഒരു പ്രശ്നമില്ലാത്തത്? ഇപ്പൊ ആ കാലത്തേക്ക് പോവാണ് കേട്ടോ ഇന്ത്യയിൽ. പണ്ടങ്ങനെയല്ല. നമ്മൾ ഡൈവേഴ്സ് ആയാൽ എന്താ നടക്കുക, അത് കണ്ട ആളെ അറിഞ്ഞാൽ എന്താ നടക്കുക എന്നൊക്കെയുള്ളവർ. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മളെ സങ്കല്പം എന്ന് പറയുന്നത്, ഇപ്പൊ നായർ തറവാട്ടിൽ കേരളത്തിലൊക്കെ എങ്ങനെയായിരുന്നു സംബന്ധം എന്ന് പറയുന്നൊരു സംഭവം? എല്ലാ ബ്രാഹ്മണന്മാർക്കും എങ്ങനെയായിരുന്നു? ഇതൊക്കെ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾക്ക് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ വില. എത്രയോ ഇൻവേഡേഴ്സ് വന്നിട്ട് ഇവിടെ എത്രയോ ആൾക്കാരുടെ കൂടെ എത്രയോ കാലം ജീവിച്ചിട്ടുണ്ട്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ സമൂഹം കെട്ടിപ്പടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മുടെ സമൂഹം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധമാണ് നമ്മുടെ ഇന്നത്തെ ബന്ധം എന്ന് പറയുന്നത്. അത് അടുത്ത ഒരു ജനറേഷൻ മാറുമ്പോഴത്തേക്കും അത് മാറും, അടുത്ത കാലം വരുമ്പോഴത്തേക്കും അത് മാറും. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാ ലോകത്തിലും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാരതത്തിൽ ഇപ്പം നടക്കുന്നു. ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് മാറിയത് കൊണ്ട് നമുക്ക് അലോസരം ഉണ്ടാക്കുന്നു, ശ്രദ്ധകൾ മാറുന്നു. ഇപ്പം നിയമങ്ങളടക്കം ഭാരതത്തിലുണ്ടാവുന്ന പല ലീഗൽ കോൺടെസ്റ്റിലും ഇതൊന്നും തെറ്റല്ല എന്ന് പലപ്പോഴും കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സമൂഹത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ കുറേ ഉണ്ട് ഇത്തരം സംഭവങ്ങൾ. വളരെ ഈ TPS പൊതുവെ ഇപ്പം നമ്മൾ പ്രണയിക്കുന്ന കാലത്ത്, ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയ ജെൻസി ക്രൗഡിൽ അതുണ്ടോ എന്നറിയില്ല, സ്വാഭാവികമായും സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കാണാൻ പറ്റാതാകുമ്പോൾ, അല്ലെങ്കിൽ വിളിക്കാൻ പറ്റാതാകുമ്പോൾ ഒക്കെ പ്രശ്നം ഉണ്ടാകുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അതൊരു സംശയത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നു. സ്നേഹമുള്ളിടത്താണ് സംശയരോഗം ഉടലെടുക്കുന്നത് എന്നൊരു ചൊല്ലുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? ഈ നമ്മുടെ കവിതകളിലൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ള ചില കവിതകളുണ്ട്. പ്രണയമേ നീ തന്നെ അന്തരംഗം വൃണിതമാക്കുമെന്നോർത്തില്ല ഞാൻ. വൃത്തിയേടാക്കും. ഓക്കെ, ഇറ്റ്സ് എ വാർ ഈസി ടു സ്റ്റാർട്ട് ബട്ട് ഡിഫിക്കൽട്ട് ടു എൻഡ് എന്നാണ്. Love is a war, easy to start but difficult to end. Love is the only war in which both fail sometime. രണ്ടാളും സക്സസ്ഫുൾ അല്ലാത്തത്. അപ്പൊ അങ്ങനെ കുറേ കഥകൾ. അത് ഈ കേവലം ഇന്നൊരു താൽക്കാലിക ഭ്രമം, പൂ പോലുള്ളൊരു ഓമന കൗതുകം എന്നാണ് പ്രണയത്തിന് കുറേ അത്തരം ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പം രണ്ടാളും വളരെ സീരിയസ് ആവുന്ന കാര്യത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, ലവ് ഈസ് എ ജോബ് ഫോർ ദോസ് ഹു ഡോണ്ട് ഹാവ് എ ജോബ് ആൻഡ് ഇറ്റ്സ് എ ജോക്ക് ഫോർ ദോസ് ഹു ഹാവ് എ ജോബ് എന്നാണ്. ഇതാരുടെ വരികളാണ്? ആരുടെന്ന് എനിക്ക് ചെറുപ്പത്തിൽ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട്. കുറേ ഫിലോസഫികളുണ്ട് ഇങ്ങനെ. ഇപ്പൊ പലപ്പോഴും നടക്കുന്നത്, ചിലർ വളരെ സീരിയസ് ആയിരിക്കും, മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അത്ര സീരിയസ് ആവില്ല എന്ന് വിചാരിക്കുക. അത് ഫെയിലിയർ ആവും, അല്ലെങ്കിൽ അതൊരു ബാന്ധം ആയി മാറും. ബന്ധമല്ല, അത് ബാന്ധമായിട്ട് മാറും. പ്രണയത്തിൽ എത്തുമ്പോഴേക്കും വിഷ്വലൈസേഷൻ വളരെ വലുതായിരിക്കും, പ്രതീക്ഷ വളരെ വലുതായിരിക്കും. ഒരിക്കലും അത് റിയാലിറ്റിയിൽ അല്ല. അത് എന്തുകൊണ്ടാ വെച്ചാൽ, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ആണ്. ഐ ആം അറ്റാച്ച്ഡ് ടു യു, യു ആർ അറ്റാച്ച്ഡ് ടു മീ. അത് ബന്ധനമായിട്ട് മാറും. ബന്ധനമായിട്ട് മാറുന്ന സമയത്ത് എന്ന് വെച്ചാൽ, ഞാൻ ഇല്ലാതെ നിങ്ങൾക്കത് പാടില്ല. ഇപ്പം നമ്മൾ സാധാരണ കോളേജുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പോറുള്ളത്, ക്യാമ്പസ് സെലക്ഷൻ കുറേ നടക്കുന്ന സ്ഥലമാണ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. നമ്മൾ ക്യാമ്പസ് സെലക്ഷൻ എന്താ നടക്കുന്നത് നമുക്കറിയാം, അവിടെ ഏത് ക്യാമ്പസ് സെലക്ഷനാണ്. അപ്പോൾ ഈ ക്യാമ്പസ് സെലക്ഷനിൽ ഒരു പെണ്ണും ഒരാണും കൂടി പ്രേമത്തിലാണെന്ന് വിചാരിക്കാം. ഞാൻ പറയാം, യു ആർ ക്രിയേറ്റിംഗ് യുവർ ഓൺ ഐലൻഡ്സ് എന്നാണ്. ഇപ്പോൾ ഒരാളെ സ്നേഹിച്ചാൽ എന്താ പറ്റുക? അയാൾ വേറെ ആരോടും സംസാരിക്കരുത്. ഒരു കാമുകനോ കാമുകിക്കോ മറ്റേ ആൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഹീസ് വെരി സ്മാർട്ട്, ഗുഡ് ലുക്കിംഗ് ആണ്, സ്മാർട്ടാണ്, ഹാൻസം ആണ്, വളരെ
കാണാൻ നല്ല എല്ലാ കാര്യത്തിലും അല്ലേ എടുത്തു ചാടാനൊക്കെ ഇംപ്രസീവാണ്. ഇംപ്രസീവാണെന്നൊക്കെയാണ്, നല്ല ഇമേജ് ഉണ്ട് ഒക്കെയാണ്. ആ ഇമേജൊക്കെ അവിടെ തീരണം. ആരാണോ ആരെ പ്രണയിക്കുന്നോ അത് കഴിഞ്ഞ പിന്നെ ആ ഇമേജ് ആരെയും കാണിക്കരുത്. നിങ്ങൾ സ്മാർട്ട് ആവരുത്. എവിടെ ചിരിക്കണം എന്ന് ഞാൻ പറയും. ഈ റെസ്ട്രിക്ഷൻസ് കൂടാണല്ലോ ചെയ്യുന്നത്. നമ്മൾ എന്തിനെയാണോ ഇഷ്ടപ്പെട്ടത് അതിന് വെറുക്കുന്നതിലേക്ക് മാറും. അതെന്തുകൊണ്ടാണ് കാരണം? അറ്റാച്ച്മെന്റ് അല്ല അവിടെ ഉള്ളത്, നമ്മുടെ ബന്ധനമാണ്, ബന്ധിക്കലാണ്. ഹസ് ബന്ധു എന്നാണ്. ഹസ്ത് ബന്ധു ബി ഹോ സക്താ ഹൈ, ഹസ്ബൻഡ് അല്ല, ഹസ്ത് ബന്ധ്. TPS, ഞാൻ ഇതിലൊരു രസകരമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ശരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് TPS ഒന്ന് കേട്ടിട്ട് പറയണം. ഇപ്പം എന്നെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നു, ഈ പെൺകുട്ടി എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നവൾ സംശയിക്കുന്നു. ഇവരെന്നെ വിളിച്ച് ഈ ബന്ധത്തെപ്പറ്റി ചോദിക്കുന്നു, ഞാൻ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിക്കുന്നു, നിനക്ക് സംശയരോഗമാണെന്ന് പറയുന്നു. ഈ മൊമെൻ്റ് മുതൽ അവരുടെ ഉള്ളിലൊരു ചിന്ത, ഞാൻ ഗോവിന്ദൻകുട്ടിയെ സംശയിച്ചല്ലോ എന്നുള്ളതാണ്. അതായത് ഗോവിന്ദൻകുട്ടി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് എൻ്റെ കാമുകി എന്നെ സംശയിച്ചത് തെറ്റാണല്ലോ എന്നൊരു തലത്തിലേക്ക് മാറും. അപ്പോൾ അവൾ എന്നെ സംശയിക്കാൻ പാടില്ല എന്നുള്ളൊരു ഡ്രൈവാണ് പിന്നെ അവളിലുള്ളത്. അപ്പോൾ പിന്നെ അവൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് എന്താണ്? ഗോവിന്ദൻകുട്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടെത്തണം, ഞാൻ സംശയിച്ചതല്ല എന്നുള്ള ഒരു ഫ്രെയിം വർക്ക് അവിടെ ഉണ്ടാവുന്നു. ഞാൻ സംശയിച്ചത് ശരിയാണ് എന്ന് വരുത്തി തീർക്കണം, ഒരു ഫ്രെയിം വർക്ക് അവിടെ ഉണ്ടാവുന്നു. അതായത് ഞാൻ സംശയിച്ചു എന്നുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി, അവരുടെ സംശയം ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പിന്നെ ഒരു അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് ഒരു കാമുകി ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരാൾ അന്വേഷിച്ചാൽ കിട്ടുന്ന റിസൾട്ടും, ഗോവിന്ദൻകുട്ടിക്ക് ഒരു കാമുകി ഉണ്ടോ എന്നാൽ അന്വേഷിച്ചാൽ കിട്ടുന്ന റിസൾട്ടും, ഗോവിന്ദൻകുട്ടിക്ക് ഒരു കാമുകി ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചാൽ കിട്ടുന്ന റിസൾട്ടും 3 റിസൾട്ടാണ്. ഇവിടെ ഇവരുടെ അന്വേഷണം ഗോവിന്ദൻകുട്ടിക്ക് ഒരു കാമുകി ഉണ്ട് എന്നുള്ള അന്വേഷണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടിയുടെ സൗഹൃദ വലയത്തിൽ എവിടെയെങ്കിലും ഒരാളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം അവർ കണ്ടെത്തും. പ്രണയമാണെന്നോ അല്ലെ അവിഹിതമാണെന്നോ കണ്ടെത്താവുന്ന ഒരു അംശം കണ്ടെത്തുകയും അതിനെ ഒരു ഗോൾഡൻ ഫോസിലായിട്ട് അവർ ഏറ്റെടുക്കും. ആ ഗോൾഡൻ ഫോസിലിനെ അവർ ഏറ്റെടുത്തിട്ട് ആ ഫോസിലിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ കൃത്യമായി അവർ വരച്ചെടുത്തിട്ട് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അവർ സ്ഥാപിക്കുകയും അവരെന്നെ സംശയിച്ചതല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഇവർ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ലോജിക്ക്? സംശയാത്മാ വിനശ്യതി എന്നാണ്. സംശയാത്മാക്കൾ എപ്പോഴും വിനാശത്തിലേക്കാണ് നടക്കുക എന്നതാണ്. ഈ എനിക്ക് വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ഇൻട്രസ്റ്റുകളും ഉള്ളതുപോലെ തന്നെ, എനിക്ക് വ്യത്യസ്തമായ ഭക്ഷണങ്ങളിൽ താല്പര്യമുള്ളതുപോലെ തന്നെ, വ്യത്യസ്തമായ മനുഷ്യന്മാരിൽ സ്നേഹം പ്രകടിപ്പിക്കാനും അവരെ കാണാനും അവരുമായിട്ട് ഇടപെടാനും അവരുമായിട്ട് എന്ത് ബന്ധം സ്ഥാപിക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ലോകമാണ് നമ്മൾ. ലീഗലിയും അപ്രൂവ്ഡാണ്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാമൂഹികമായ ഓരോ സ്ഥലത്തും ദ ലോ ഓഫ് ലാൻഡ് ഈസ് ഡിഫറെൻറ്റ്. അതിനനുസരിച്ച് വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും. ഇപ്പം ചില സ്ഥലത്ത് തലാക്ക് ചൊല്ലിയിട്ട് പുറത്തു പോയാലേ പറ്റുള്ളൂ. അങ്ങനെ എത്ര വേണമെങ്കിലും ആവാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും തലാക്ക് ചൊല്ലാം. അതൊരു രാജ്യത്തിൻ്റെ നിയമം. വേറൊരു രാജ്യത്തിൻ്റെ നിയമം ഓരോ ദിവസവും വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം. ഒരേ കുട്ടികൾക്ക് 10 അച്ഛന്മാരുണ്ടാവാം. അതിനൊന്നും കുഴപ്പമില്ലാത്ത രാജ്യം. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ്. നമ്മളൊക്കെ ഈ നിയമത്തിൻ്റെ ഉള്ളിൽ പഠിച്ച് ജീവിച്ച്, അതായത് പറയുന്നത് നമ്മൾക്കൊരു കൾച്ചറുണ്ട്. ആ കൾച്ചർ മാറണമെങ്കിൽ 20 കൊല്ലം 100 കൊല്ലമൊന്നും പോരാ. ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് ഇപ്പം ബഹുഭാര്യത്വം അംഗീകരിച്ചിട്ടുള്ള ലോകം. നമ്മൾ പഠിക്കുന്ന പാണ്ഡവന്മാരുടെ കഥയിൽ ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാര്, അവർ ഏറ്റവും നല്ല മനുഷ്യന്മാരാണെന്ന്. നമ്മുടെയൊക്കെ റോൾ മോഡൽ ആരാ? പഞ്ചപാണ്ഡവന്മാർ. കൃഷ്ണനാണ് നമ്മുടെ റോൾ മോഡൽ. എത്ര ഭാര്യമാരെ അവർക്കാവാം അല്ലേ? ഇപ്പൊ ശിവൻ എന്ന് പറയുന്ന ഒരു ഭഗവാന് തന്നെ ഒരു ഭാര്യയും മറ്റേ ഭാര്യ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാം ഉള്ളൊരു ലോകത്ത് അവരെയൊക്കെ ഭക്തിയോടുകൂടി നോക്കുന്ന നമ്മുടെ കൺസെപ്റ്റിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഇതിന് വ്യത്യസ്തമായിട്ട് കാണുന്ന എത്രയോ ആൾക്കാരുണ്ട്. ടാഗോറിന്റെ ഭാര്യ ആരാ? അറിയില്ല. മൃണാളിനി. ഓക്കെ. നല്ല ബന്ധമാണ്. ടാഗോർ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. 60ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അർജന്റീനയിൽ വിക്ടോറിയയായിട്ട് സ്നേഹബന്ധം. മൃണാളിനിയുള്ള സമയത്ത് തന്നെ കുറേ നീണ്ട ഒരു ബന്ധമാണ്. അതിൻ്റെ ഒരു
തിങ്കിങ് ഓഫ് ഹിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു മൂവിയുണ്ട്. അതിൽ ഓരോ കൺസെപ്റ്റിലും ടാഗോറിനെ നമ്മൾ സ്നേഹിക്കുന്ന ആ രൂപത്തിലും ഭാവത്തിലും അല്ല, മൃണാളിനി സ്നേഹിക്കുന്ന രൂപത്തിലും ഭാവത്തിലും അല്ല വിക്ടോറിയ സ്നേഹിച്ചിരുന്നത്. ഓരോരാൾക്കും ഓരോരാളെ പറ്റിയും ചിന്തിക്കുമ്പോണ്ടാവുന്ന അവരെ ഭാവം വ്യത്യസ്തമാണ്. അത് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കണമെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന തലത്തിലായിരുന്നു മൃണാളിനി എന്നുള്ളത് ഒരു കാര്യം കൂടി അവിടെ ഉണ്ട്. ആണ്. അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ പ്രശ്നമാക്കുമായിരുന്നു. നമ്മൾ ടാഗോറിനെ ഇങ്ങനെയല്ല കാണും. അപ്പൊ അത് ഒരു സിനിമയായിട്ട് ഇന്ന് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ടാഗോറിനോട് ദേഷ്യം തോന്നില്ല, മൃണാളിനിയോട് സഹതാപവും തോന്നേണ്ട കാര്യമില്ല, മൃണാളിനിയോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. അപ്പൊ ഓരോരാളുടെയും ഭാവം വ്യത്യസ്തമാണ്, ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണ്, ലോകം വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഒരു പ്രശ്നവും സാന്നിധ്യവും സാമീപ്യവും വ്യത്യസ്തമാണ്. നമുക്ക് ആ ശിവഭഗവാന്റെ മുടി കുളിപ്പിച്ച ഗംഗയെ പറ്റിയും കൂടി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ കുറച്ചും അല്ല, അത് വളരെ നമ്മൾ വിചാരിക്കുന്ന ശിവൻ എന്ന് പറയുന്ന പാർവതി പിന്നെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഉമ എന്ന് പറയുന്ന ദേവിയുടെ സങ്കല്പവും പാർവതി എന്ന് പറയുന്ന ദേവിയുടെ സങ്കല്പവും ഗംഗ എന്ന് പറയുന്ന ദേവിയുടെ സങ്കല്പവും ഒക്കെ ദേവിമാരാണ് നമുക്ക്. അതെ അതെ അതെ, ഇവരൊക്കെ നമ്മളെ ബഹുമാനിക്കുന്ന വ്യക്തികളാണ്. ഇപ്പം കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം രാധയാണോ രുക്മിണിയാണോ എന്ന് ചോദിച്ചാൽ രുക്മിണിയാണ് ഒഫീഷ്യൽ ഭാര്യ. എന്നിട്ടും രാധാകൃഷ്ണൻ എന്നാണ് പ്രിഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണൻ അറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ എന്നുള്ള പേരിലാണ്. ആലോചിച്ച് നോക്കണം. രാധേ 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 എന്നാണ് കൃഷ്ണനെ വിളിക്കുന്നത് തന്നെ. രാധേ രാധേ. അപ്പോൾ നമ്മുടെ ധാരണയിൽ ഇന്ന് വിവാഹം കഴിച്ചിട്ട് എല്ലാ അച്ഛനും അമ്മയും അതേ കൃഷ്ണന്റെ അടുത്താണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഭാര്യയെ സ്നേഹിച്ചവനല്ല, കാമുകിയെ സ്നേഹിച്ചവൻ്റെ അടുത്തേക്കാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത്. വിവാഹം കഴിഞ്ഞ് ആദ്യം തന്നെ സലാം പറയേണ്ടത്. മനസ്സിലുണ്ട്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റുകൾ വളരെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമുക്ക് കുറേ അത്തരം അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഒരു സ്നേഹവും ആരോടും തെറ്റല്ല. സ്വാമി വിവേകാനന്ദൻ പ്രഭാഷണത്തിന് പോയ സമയത്ത് താമസിച്ചത് ഒരു വീട്ടില്. അവിടെ എത്രയോ ആൾക്കാർ കത്തയക്കുമായിരുന്നു അറിയോ. ആ കത്തയക്ക അയക്കുന്ന സമയത്ത് നൂറുകണക്കിന് കത്തുകളാണ് വരിക. അതിനൊക്കെ മറുപടി അയക്കുന്ന സമയത്ത് അവരെ സഹായിക്കുന്ന ആൾക്കാർ പറഞ്ഞു ഞാൻ അയക്കാന്ന്. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞത് ഇതൊക്കെ ലവ് ലെറ്റേഴ്സ് ആണ്, എനിക്കേ അയക്കാൻ പറ്റും. ആരെങ്കിലും ലവ് ലെറ്ററിന് മറുപടി അയക്കാൻ വേണ്ടിട്ട് വേറെ ആരെയും കേൾപ്പിച്ച ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ട് വിവേകാനന്ദനോട് പറഞ്ഞു എനിക്ക് അങ്ങയെപ്പോലെ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ വിവാഹം കഴിക്കുമോന്ന്. അപ്പൊ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഒരു ഗ്യാരണ്ടി ഇല്ല ഞാൻ തന്നെ വിവാഹം കഴിച്ചാൽ ഇതേപോലൊരു കുട്ടി ഉണ്ടാവണം, ഇന്നു മുതൽ ഞാൻ അമ്മയായി അങ്ങയെ കാണുന്നു എന്നാണ്. അത് ഔന്നത്യമാണ്. അപ്പൊ ആ സ്ത്രീയുടെ കൺസെപ്റ്റില് ഭർത്താവായി കാണുന്ന ഒരാളെ വിവേകാനന്ദ സ്വാമികൾക്ക് അമ്മയായി കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൺസെപ്റ്റ് അല്ലേ. ഓരോരോ വ്യക്തികളിലും കൺസെപ്റ്റ് ഡിഫറെന്റ് ആണ്. അന്യോന്യം അത് അംഗീകരിക്കുന്ന ഒരു സമയത്താണ് ബന്ധമുണ്ടാവുന്നത്. അത് ബന്ധനമായി മാറുന്നത് മറ്റൊരാളെ അതിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴാണ്. അത് ഒഴിവാക്കിയാൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറയും. മെയിൽ ഫീമെയിൽ റിലേഷൻ എന്നുള്ള ഇവിടെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൗഹൃദം പ്രശ്നമല്ല. ഇവിടെ എല്ലാവരും മോണിഗമി പോളിഗമി വിഷയം നിലനിൽക്കുന്നുണ്ട്. ലോകത്ത് ഇപ്പം ലോകത്ത് ഏത് മൃഗ സംഘത്തെ അല്ലെങ്കിൽ എന്താ പറയുക പാക്ക് ആനിമൽസിനെയൊക്കെ നമ്മൾ നോക്കിയാൽ, ഇപ്പം ആനക്കൂട്ടത്തെ നോക്കിയാൽ ആനക്കൂട്ടത്തിൽ ഒറ്റയാന എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ആനയ്ക്കൊരു കൂട്ടത്തിലൊരു തലവൻ ഉണ്ടാവും. ആ തലവൻ മാത്രമായിരിക്കും കൂട്ടത്തിലെല്ലാ പെണ്ണാനകളുടെയും ബോയ്ഫ്രണ്ട് അല്ലെ ഹസ്ബൻഡ്. ഇയാൾ എന്ന് വീക്കാവുന്നു അന്ന് കൂട്ടത്തിൽ മറ്റൊരാൾ ഇവനെ ഇടിച്ച് പുറത്താക്കി അവൻ ഒറ്റയാനാവുന്നു. ഇവൻ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് 10 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാളയെ വളർത്താറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വല്ലാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പം പുരുഷനെ സംബന്ധിച്ച് പോളിഗമി അവൻ്റെ ബ്ലഡിൻ്റെ ഭാഗമാണോ, അത് പിന്നെ നേച്ചറിൻ്റെ ഭാഗമാണോ, അത് തെറ്റാണോ, എന്താണ് അതിനെപ്പറ്റി TPSൻ്റെ? അല്ല, ഞാനതിനിപ്പോൾ ഒരു വിഘടിക്കുന്ന ഒരു എക്സാമ്പിൾ അല്ലേ ഞാൻ പഞ്ചപാണ്ഡവന്മാരുടെ കഥ പറഞ്ഞു. അത് തിരിച്ചാണ്. അതെ, രണ്ടും ഉണ്ടാവാം. ഇപ്പം നമ്മുടെ ധാരണ ഈ മെയിൽ ഡോമിനൻസി എന്ന് പറയുന്നത്, നിങ്ങൾ നോർത്ത് ഈസ്റ്റ് പോയാൽ വീട് ഭരിക്കുന്നതും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതും ഇവിടെ ഡൗറി സിസ്റ്റം എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ഒരു സ്ത്രീയാണ് ഭരിക്കുന്നത്, ഭർത്താവ് ഒരു മൂലക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് നോക്കിയിട്ട്. ഭാര്യ കാണാം പിന്നെ വണ്ടി വലിക്കുന്നതും വണ്ടി ഓടിക്കുന്നതും ഹോട്ടൽ നടത്തുന്നതും ഒക്കെ അവരാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മുടെ ധാരണ എന്ന് പറയുന്നത്, അതാ ഞാൻ പറഞ്ഞത്, കൾച്ചർ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇതൊക്കെ. ഇതെല്ലാം സമൂഹം ഉണ്ടാക്കുന്നു, എല്ലാ സമൂഹം ഉണ്ടാക്കുന്നു. എന്താണോ പ്രാക്ടീസ്, കൾച്ചർ വേണ്ടതാണോ കൾച്ചറൽ ട്രാപ്പാണോ?
കൾച്ചർ ട്രാപ്പാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെയൊക്കെ DNA. ഇപ്പൊ എന്റെ സ്വഭാവം ഇങ്ങനെ ആവാൻ, ഇപ്പൊ എന്റെ മകൻ എന്നെ കുറ്റപ്പെടുത്തുന്നു, അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്, അവൻ അങ്ങനെ പറയാനുണ്ടായിട്ടുള്ളൊരു ഭാവം ഉണ്ടാവുന്നത് എൻ്റെ DNA മാത്രമല്ല അവനുള്ളത്, അവന്റെ സമൂഹം അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവൻ വേറെയും ലോകം കാണുന്നതുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ ആയിട്ടതിൻ്റെ ഒരു കുറച്ച് ഭാഗം, ഞാൻ പാതി ദൈവം പാതി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ അച്ഛൻ തന്നിട്ടുള്ള പകുതിയും അതാണ് ദൈവം, ഞാൻ പാതി. എനിക്ക് ചുറ്റുമുള്ള സമൂഹം എന്നിൽ സൃഷ്ടിക്കുന്ന ചില സങ്കല്പങ്ങളുമാണ് എന്നെ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ചേർന്നിട്ടുള്ളതാണ് നമ്മൾ. അല്ലാതെ നമുക്ക് ഒറ്റക്കായിട്ടൊരു തോന്നുന്നത്. നമ്മുടെ ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, കൈയുണ്ട്, ആക്ഷൻസ് ഉണ്ട്. ഇത് മൂന്നും ചേർന്നിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ആരെയൊക്കെയാണ് റോൾ മോഡൽസ് ആയിട്ട് ചെറുപ്പം മുതൽ പഠിക്കുന്നത്? കുറേ സൊസൈറ്റിയിൽ കാണുന്ന ആൾക്കാർ, അവരെ നോക്കി പഠിക്കുന്നു, കണ്ടുപഠിക്കുന്നു. ചിലർ മൃഗങ്ങളെ നോക്കിയിട്ടാണ് പഠിക്കുക, ചിലർ മനുഷ്യന്മാരെ നോക്കിയിട്ടാണ് പഠിക്കുക. ഒക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? നമ്മളിൽ ചെറുപ്പത്തിലുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും, അവയാണ് നമ്മുടെ ഫോം ചെയ്യുന്ന നമ്മുടെ ക്യാരക്ടർ. അതിൽ നിന്നുണ്ടാവുന്ന ചില ഭാവങ്ങളാണ് നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷൻസിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അവരതിനേക്കാളും കൂടുതൽ കാണുന്നു. അങ്ങനെ കുറേ കാലങ്ങളോളം, ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്, ഒരു 100 ജനറേഷനാണ് പിന്നെ ചിലപ്പോൾ ഒരു കൾച്ചർ ഉണ്ടാക്കി മാറ്റുക. അത് മാറും, അത് മാറിക്കൊണ്ടേയിരിക്കും. ഈ ജനറേഷൻ 20 വർഷം എന്നുള്ളത് അങ്ങനെ ഒരു നിഗമനമാണോ? പിന്നെ എൻ്റെ 7 ജന്മങ്ങളാണെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. എനിക്ക് മുമ്പുള്ള 3 ജനറേഷനും എൻ്റെ ജനറേഷനും എനിക്ക് ശേഷമുള്ള 3 ജനറേഷനും കൂടിയാണ് 60, 10, 70. 3, 60, 60, 120. അതാണ് ഒരു പുരുഷ ജന്മം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അതൊരു ഒരാൾക്കൊരു 20 വയസ്സാകുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് മുമ്പുള്ള, ഇപ്പൊ എന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ പേര് പറയാൻ പറ്റും, അച്ഛന്റെ അച്ഛൻ ആരാന്ന് പറയാൻ പറ്റും, അച്ഛന്റെ അച്ഛൻ ആരാന്ന് മാക്സിമം പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമ്മൾ ആരെയും അന്വേഷിക്കാറില്ല. അപ്പൂപ്പന്റെ അച്ഛൻ ആരാ നമുക്ക് ആർക്കും അറിയില്ല, പലർക്കും അറിയില്ല. അതേസമയത്ത് മഹാത്മാഗാന്ധിയുടെ അച്ഛന്റെ പേരൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാം. അങ്ങനെ ഫേമസ് അല്ലാത്തൊരു ജനറേഷനിൽ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളതും എൻ്റെ മക്കളെക്കുറിച്ചും മക്കളുടെ മക്കളെക്കുറിച്ചും മക്കളുടെ മക്കളെക്കുറിച്ചും മാക്സിമം ആവും. അതിനപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ കൺസേൺഡേ അല്ല. അതുകൊണ്ടാണ് 7 ജന്മം എന്ന് പലപ്പോഴും നമ്മൾ പറയാം. പാപവും പുണ്യവും ഒക്കെ 7 ജന്മം എന്ന് എല്ലാ കഥയിലും പറയണ്ടല്ലോ. ഈ ജന്മം എന്ന് പറയുന്നത് ഇത്രയാണ്. എൻ്റെ ജന്മവും 3 അപ്പുറത്തും 3 ഇപ്പുറത്തും. സാധാരണ 20 വർഷമാണ് ഒരു ജനറേഷനായിട്ട് പറയാം. അത് ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. അതിപ്പോൾ പണ്ട് 120 കൊല്ലമായിരിക്കും, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ജനറേഷൻ ഫാസ്റ്റർ ആയതുകൊണ്ട് 10 കൊല്ലം കൊണ്ട് തീർന്നു പോകും, 70 കൊല്ലം പഠിച്ചു പോകും. പണ്ട് 120 കൊല്ലം വരെയാണ് ഒരു പുരുഷ ജന്മം എന്ന് പറയാം. ജാതകത്തിനും എല്ലാ ദശയും തീർക്കണമെങ്കിൽ 120 വേണം. അപ്പോൾ വിശ്വാസവും സംശയവും രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണല്ലോ, കാലാതീതമായിട്ടുള്ളതാണ്. ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ മനസ്സ് തന്നെയാണ്. എന്നെ തന്നെ ഞാൻ ചോദ്യം ചെയ്യിപ്പിക്കുന്നത്, എൻ്റെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന എൻ്റെ ബുദ്ധിയും മനസ്സും തമ്മിലാണ്. ഞാൻ ലോജിക്കലി ചിന്തിക്കുന്ന ഒരു കാര്യമല്ല എൻ്റെ മനസ്സുകൊണ്ട്. എനിക്കറിയില്ല എന്നറിഞ്ഞാലും ബുദ്ധി പിന്നെയും പിന്നെയും ചകഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് രണ്ടും കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ജഡ്ജാണ് എൻ്റെ ആത്മാവ്. ആ ആത്മാവ് പറയുന്നത് മനസ്സും ബുദ്ധിയും ആത്മാവും തമ്മിൽ എപ്പോഴും അടിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിച്ച അയ്യോ കഴിക്കണ്ടായിരുന്നു. ഇത് ആരാ പറയുന്നത് അയ്യോ കഴിക്കണ്ടായിരുന്നു? നിങ്ങൾ തന്നെ ഇഷ്ടപ്പെട്ട് കഴിച്ചാൽ. ഇനി കഴിച്ചില്ലെങ്കിൽ അയ്യോ കഴിക്കേണ്ടതായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് കഴിക്കാമായിരുന്നു, പക്ഷെ അതിൽ ഉപയോഗിച്ച വെള്ളം മോശമാണ്. അതാരാ പറയുന്നത്? ബുദ്ധിയാ പറയുന്നത്. അപ്പൊ ഇഷ്ടവും ലോജിക്കും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജഡ്ജ്മെന്റും ഒക്കെ വ്യത്യസ്തമാണ്. ഈ ഒരാളെ ഇഷ്ടമാണ്, ഒരാളെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഇമോഷണലായിട്ട് അയാൾ ഇഷ്ടമാണ്, ബുദ്ധിപരമായിട്ട് ഇഷ്ടമല്ല. 5 തരത്തിലുള്ള ഒരു ഇഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക. എനിക്ക് ഷാരൂഖ് ഖാനെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടം? അയാള് സോഷ്യലി ആക്റ്റീവ് ആയതുകൊണ്ടാണ്. ശങ്കരാചാര്യർ എന്തുകൊണ്ടാണ് ഇഷ്ടം? അയാൾ സ്പിരിച്വലി ആക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് സ്പിരിച്വൽ, ഒന്ന് സോഷ്യൽ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അയാൾ ബുദ്ധിപരമായ മാത്തമാറ്റീഷ്യനോ എനിക്ക് ഇഷ്ടമാണ്, ശ്രീനിവാസ രാമാനുജൻ. അയാൾ സോഷ്യലി ആക്റ്റീവ് ആയതുകൊണ്ടോ സ്പിരിച്വലോ കൊണ്ടോ അല്ല. അപ്പൊ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ഒരാളെ കാണുമ്പോൾ ഇയാൾ എനിക്ക് ഇഷ്ടപ്പെടാം. പിന്നെ ഒന്നുള്ളത്, ഒരാവശ്യം വന്ന സമയത്ത് എന്നെ സമാധാനിപ്പിക്കാൻ വന്ന ഒരാളെ, അയാൾക്ക് ബുദ്ധിയും വേണ്ട, അയാൾക്ക് വലിയ അറിവൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ, അയാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? അമ്മമാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇമോഷൻ കൊണ്ടാണ്. പിന്നെ ഫിസിക്കൽ ഇഷ്ടമാണ്. കാണുമ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഫിസിക്കൽ ഇഷ്ടമാണ്. അപ്പൊ ഈ 5 തരത്തിലാണ്: ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ. ഈ 5 തലത്തിലുള്ള എല്ലാ കമ്പികളും കറക്റ്റായിട്ട് വീട്ടാൻ പറ്റുകയാണെങ്കിൽ നല്ല മ്യൂസിക് ആവും. അതല്ലെങ്കിൽ ഇടയ്ക്ക് അപസ്വരങ്ങൾ എന്തായാലും ഉണ്ടാവും. കാണാൻ കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് ഒരാളെ വിവാഹം കഴിക്കുക, പക്ഷെ ഒരു പ്രസവം കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഷേപ്പാകെ മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കുളിച്ചു തീർന്നപ്പോഴത്തേക്കും ഈ മുടിയൊക്കെ അങ്ങോട്ട് പോയി, മേക്കപ്പ് ഒക്കെ പോയില്ലേ, കഥ തീർന്നില്ലേ?
അതുപോലെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചു കേട്ടോ. ഇനി സംസാരിക്കുമ്പോൾ പറയും എൻ്റെ ശരിയായ മുഖം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ എൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ഒരു വർഷം മുഖംമൂടിയിലായിരുന്നു അർത്ഥം. സാധാരണ പറയാറുണ്ട്, മാരേജ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് പറയുന്നത് ഭാര്യയും, ഭാര്യ പറയുന്നത് ഹസ്ബൻഡും കേൾക്കും. ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടാളും പറയുന്നത് നാട്ടുകാർ കേൾക്കും. അത്രയൊക്കെ ഉള്ള വ്യത്യാസം പറയാം. ഓക്കെ, താങ്ക് യു TPS. This video is powered by VSAT Group of Institutions, Ernakulam.